ഹായ് സ്റ്റുഡൻസ്, സയൻസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പോളിടെക്നിക് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്, അതോടൊപ്പം തന്നെ പോളിടെക്നിക് കഴിഞ്ഞ കുട്ടികൾക്ക് ബിടെക് എഞ്ചിനീയറിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുള്ള ഒരു വീഡിയോയാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബിടെക് ലെറ്റ് എന്നും ബിടെക് ലെറ്റ് എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ത്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസ്പെക്ടസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആപ്ലിക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഇനി അടുത്ത സിലബസ്, ഇതെങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യുക, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം എന്താണ് ബിടെക് ലെറ്റ് എന്ന് ചോദിച്ചാൽ, പോളിടെക്നിക്ക് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ബിടെക്കിന് തേർഡ് സെമ്മിൽ കയറാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാമാണ് ബിടെക് ലെറ്റ് എക്സാം എന്ന് പറയുന്നത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് കീം എഴുതുന്ന പോലെ ഗവൺമെൻറ് കോളേജുകളിൽ, എയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ് ഉൾപ്പെടെയുള്ള കോളേജുകളിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനുള്ള ഒരു എൻട്രൻസ് എക്സാമാണ് ബിടെക് ലെറ്റ് എക്സാം എന്ന് പറയുന്നത്. അത് പോളിടെക്നിക് കുട്ടികൾക്കാണ് എഴുതാൻ പറ്റുന്നത്. നിലവിൽ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഒരു 4500 മുതൽ 5000 കുട്ടികൾ വരെയാണ് ഒരു എക്സാം എന്ത് ചെയ്യുന്നത്, ഒരു അക്കാഡമിക് ഇയറിൽ ലെറ്റ് എക്സാം എഴുതും. മറ്റേ 50,000 കുട്ടികളൊക്കെ എഴുതുന്ന സമയത്ത് ഇവിടെ 5000 കുട്ടികളൊക്കെ അകത്ത്, കഴിഞ്ഞതിന് 3800, 4000 ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലെറ്റ് എക്സാമിന് ഏകദേശം ഒരു 4500 മാക്സിമം സ്റ്റുഡൻസ് ഉണ്ടാവും. അതിൽ 1200ഓളം ഗവൺമെൻറ് സീറ്റ്, ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ സീറ്റ് വേക്കൻസി ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പ്ലസ് ഇ ഗ്രാൻഡോട് കൂടി പഠിക്കാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ഗ്രാൻഡ്സൊക്കെ നിലവിൽ കിട്ടുന്നത്, ഈ ഗ്രാൻഡ്സോട് കൂടിയൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചിലവും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിനീയറിങ് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിലവിൽ SC അല്ലെങ്കിൽ OBC H കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 1 രൂപ പോലും കൊടുക്കാതെ എഞ്ചിനീയറിംഗ് കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മറന്ന് പോകണ്ട. അപ്പോൾ നമുക്ക് ലെറ്റ് എക്സാം എന്ന് പറയുന്നത് 2025-26 അക്കാഡമിക് ഇയറിലേക്ക് ഉള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സാണ്. എഞ്ചിനീയറിങ്ങിന് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ തേർഡ് സെമസ്റ്ററിൽ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ഈ എക്സാം എന്ന് പറയുന്നത് LBS ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, LBSൻ്റെ ഒരു അഡ്മിഷൻ പോർട്ടലുണ്ട്, അത് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ലെറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളത്. ലെറ്റിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 10 മുതൽ മെയ് 22 വരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. മെയ് 20 വരെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നിലവിൽ ഫീസ് എന്ന് പറയുന്നത് 1100 രൂപയാണ്. ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക്, റിസർവേഷൻ കാറ്റഗറി SC/ST സ്റ്റുഡൻസിന് 550 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിൻ്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ നേറ്റിവിറ്റി പ്രത്യേകം പറയുന്നുണ്ട്. ഇന്ത്യയിൽ പൗരത്വം ഉള്ള കുട്ടികൾക്കായിരിക്കണം. അതോടൊപ്പം തന്നെ അപേക്ഷിക്കുന്ന കുട്ടികൾ കേരളത്തിലുള്ള കുട്ടികളാണ് എങ്കിൽ മാത്രമേ അവർക്ക് ഫീസ് ആനുകൂല്യവും ഗവൺമെൻറ് കോളേജുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അല്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾ ഏതെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും വേക്കൻറ്റ് സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിപ്ലോമ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 3 വർഷം പോളിടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം 2 വർഷം പോളിടെക്നിക്ക് ലാറ്ററൽ എൻട്രി വഴി കയറിയ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി എക്സാം എഴുതാനായിട്ട് പറ്റും. അല്ല എങ്കിൽ AICTE ഉള്ള സ്ഥാപനങ്ങളിൽ 3 വർഷത്തെ DVOC ഉള്ള സ്റ്റുഡൻസ്, അല്ല എങ്കിൽ നിങ്ങൾ 10 പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം 3 വർഷത്തെ മാത്സോട് കൂടി നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, BSc-കാർക്കും ലാറ്ററൽ എൻട്രി എക്സാം എഴുതാനായിട്ട് പറ്റും. BSc-കാർ ലാറ്ററൽ എൻട്രിക്കുള്ള സിലബസ് നമ്മുടെ ഡിപ്ലോമ സ്റ്റുഡൻസിനെ പോലെയല്ല. അവർക്ക് എക്സ്ട്രാ 2 സബ്ജക്റ്റ്, ഫിസിക്സും കെമിസ്ട്രിയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ഓൺ വരുന്നുണ്ട്. അത് നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിൽ BSc സ്റ്റുഡൻസിന് ഉള്ള ക്ലാസ്സസ് ഈ വർഷം മുതൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ വർക്കിംഗ് പ്രൊഫഷണൽ കാര്യം പറയുന്നുണ്ട്. വർക്കിംഗ് പ്രൊഫഷണലുകാർ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സൊന്നുമില്ല. നിങ്ങൾ ഈ ലെറ്റ് എക്സാം എഴുതിയിട്ട് നിലവിൽ എവിടെയാണോ വേക്കൻ്റ് ഉള്ളത് അവിടെ നിങ്ങൾ ഈ റാങ്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വർക്കിംഗ് പ്രൊഫഷണലുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ഈ വർക്കിംഗ് പ്രൊഫഷണലുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് വർക്കിംഗ് പ്രൊഫഷണലുകാർ ശ്രദ്ധിക്കണമെന്നുള്ളതിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ UGC ഉള്ള കോളേജ്, UGC ഉള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്നവർക്ക് എക്വലൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങണമായിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ട. വർക്കിംഗ് പ്രൊഫഷണൽ ഉള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, പ്രോസ്പെക്ടസ് 10 പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ആ പ്രോസ്പെക്ടസ് 10 പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വയസ്സെന്ന് പറയുന്നത്
മാക്സിമം വയസ്സ് എന്ന് പറയുന്നില്ല, മിനിമം ഒരു 18 വയസ്സ് എന്ന് പറയുന്നുണ്ട്. ആ 18 വയസ്സെന്ന് പറയുന്നത് 2025 18 വയസ്സായ കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് 12-ാം മാസം, അതായത് 2025 ഡിസംബറിനകത്ത് 18 ആയാലും മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റ് എക്സാം എഴുതാനായിട്ട് പറ്റും. എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് OMR എക്സാമാണ്. ഓരോ കമ്പ്യൂട്ടർ ബേസ്ഡ് CBT എക്സാം അല്ല. ഓരോ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാ ജില്ലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. 120 ക്വസ്റ്റ്യൻസ്, 120 മിനിറ്റ്, 2 മണിക്കൂറായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സാം ഉള്ളത്. എക്സാമിൻ്റെ ഡേറ്റ് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അത് ഹാൾ ടിക്കറ്റ് വരുമ്പോഴേക്ക് എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങൾക്കുള്ള സ്ഥലമെല്ലാം തന്നെ ഹാൾ ടിക്കറ്റിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രോസ്പെക്ടസ് എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ www.lbscenter.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആകും. അപേക്ഷാ ഫോം സമർപ്പിക്കുന്നത് 4 രീതിയിലായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് രജിസ്ട്രേഷനാണ്. അത് നമ്മുടെ ലാറ്ററൽ എൻട്രി 2025 26 എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയും അതിലൊരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യും, അത് കയ്യിൽ വെക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഫീസ് കംപ്ലീറ്റ് ചെയ്യുക. ഫീസ് അടച്ചൊരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 24 മണിക്കൂറിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പലർക്കുള്ള ഡൗട്ടാണ്. അതൊക്കെ സർട്ടിഫിക്കറ്റ് ലെറ്റിന് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് ഏജിന് വേണ്ടി നമ്മൾ SLC സർട്ടിഫിക്കറ്റ് അല്ല എങ്കിൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, SLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. റിസർവേഷൻ, എൻ്റെ കാസ്റ്റ് എല്ലാം അറിയാൻ SEBC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഫീ കൺസെഷൻ ഉള്ളവരാണ് റിസർവേഷനൊക്കെ വേണ്ടി വരുന്നവർ. ഓക്കെ. പിന്നെ നമ്മളെ മാർക്ക് ലിസ്റ്റ്, പാസ് ഔട്ടായ സ്റ്റുഡൻസ് ആണെങ്കിൽ മാർക്ക് ലിസ്റ്റ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് കറൻ്റ്ലി നിങ്ങൾ സ്റ്റഡിങ് ആണ് എന്നുള്ളതിൻ്റെ ഇത് വേണം. അപ്പോൾ നിലവിൽ നമ്മുടെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അവരെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എങ്കിലും മിനിമം എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. പിന്നെ ഫൈനൽ സബ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ 1, 2, 3 ഘട്ടം എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫൈനൽ കൺഫർമേഷൻ ചെയ്യാതെ ആപ്ലിക്കേഷൻ ഫീസും അടച്ചു ഫൈനൽ സബ്മിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് അത് പരിഗണിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തു, യൂസർ ഐഡിയും പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടി, അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു. ആ ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ആണെന്ന് നോക്കിയിട്ട് സേവ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾ ആ പ്രോസസ്സ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു യൂസർ ഐഡിയും പാസ്വേഡ് സൂക്ഷിച്ച് വയ്ക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ എക്സാം ടൈമിൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സാമിന് കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒരു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ഡീറ്റെയിൽസ് കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ LBSലേക്ക് അയച്ചു കൊടുക്കേണ്ട. വേറൊരു കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്ത ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു വെരിഫൈഡ് എന്ന് പറഞ്ഞൊരു ടിക്ക് മാർക്കല്ല, ഡിനൈഡ് എന്ന് പറഞ്ഞായിരിക്കും. അവർ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അത് അപ്രൂവ് ആവത്തുള്ളൂ. അത് ഏകദേശം ഒരു മെയ് 10 ശേഷമൊക്കെ ആയിരിക്കും നിങ്ങൾ ആ ഒരു വെരിഫിക്കേഷൻ അത് വരുന്നത്. വൺസ് നിങ്ങളിത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനേ ഇല്ല. പിന്നെ ജനറലായിട്ട് എന്തെങ്കിലും ഒരു എറർ വരുന്നുണ്ടെങ്കിൽ അതിനൊരു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കറക്ഷനുള്ള, അതിൽ പുതുതായിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിലെന്തെങ്കിലും ഡേറ്റാസ് എൻ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ മിസ്റ്റേക്ക് വരും. പിന്നെ അത് അവർക്ക് തോന്നണം, അവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും നിങ്ങൾ കൊടുത്ത സിഗ്നേച്ചറിലോ അല്ലെങ്കിൽ ഫോട്ടോയോ സർട്ടിഫിക്കറ്റിലോ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കറക്ഷനുള്ള ഓപ്ഷൻ തരും. അപ്പോഴും മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വേണോ ചൂസ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക്കലാറിന് മെക്ക് എടുക്കാം, മെക്കിന് സിവിൽ എടുക്കാം, ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം. അപ്പോൾ ജനറലായിട്ട് നമ്മുടെ റാങ്കിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സാം കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷനും മറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ രീതികൾ എന്തൊക്കെ കാര്യങ്ങളെന്നുള്ള ഒരു 53 പേജുള്ള ഒരു പ്രോസ്പെക്ടസ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, സൈറ്റിൽ അവൈലബിൾ ആണ്. അതിനകത്ത് കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിലെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജിൽ നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറയാൻ നമ്മൾ പ്രോസ്പെക്ടസിന് മുന്നേ ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷനിൽ 3 പേജ് ഉണ്ടായിരുന്നു. ആ 3 പേജിലുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സയൻസ് ടെക്കിൻ്റെ ബിടെക് ലെറ്റിൽ കേരളത്തിൽ ഫസ്റ്റ് ഓൺലൈനായിട്ട് ലെറ്റിൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത് സയൻസ് ടെക് ലേണിംഗ്. അപ്പോൾ ഞാനൊക്കെ പോളിടെക്നിക്കിലൊക്കെ പഠിച്ച ആളാണ്. നെടുമങ്ങാട് ഗവൺമെൻറ് പോളിടെക്നിക്കിൽ പഠിച്ചൊരു വ്യക്തിയായിരുന്നു. പോളിടെക്നിക്ക് ബിടെക് കഴിഞ്ഞ് പോളിടെക്നിക്കിൽ 5 വർഷത്തോളം അധ്യാപകനായി. നിലവിലിപ്പോൾ ഞാൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപനമൊക്കെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് പോളിടെക്നിക്കിൻ്റെ ലേണിംഗ് ആപ്പും അതോടൊപ്പം തന്നെ ബിടെക്കിൻ്റെ ലെറ്റ് കോച്ചിങ് ഓൺലൈനായിട്ട് നമ്മളാണ് കേരളത്തിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിലവിൽ ഇപ്പം ക്രാഷ് കോഴ്സിന് മുന്നേ തന്നെ ഏകദേശം 300ഓളം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ സയൻസ് ടെക്കിൻ്റെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം കേരളത്തിലെ 82 പോളിടെക്നിക്കിലെ കുട്ടികൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ ഇന്നേ ദിവസം അതായത് ഏപ്രിൽ 11 എന്ത് ചെയ്തിട്ടുണ്ട് വരെ നമുക്ക് ജോയിൻ ആയിട്ടുണ്ട്. ഏകദേശം 1300ഓളം കുട്ടികൾ ഇതുവരെ നമ്മൾ സയൻസ് ടെക്കിൻ്റെ 4 വർഷം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ലെറ്റിൻ്റെ കോച്ചിങ് പഠിച്ചിട്ടുണ്ട്. ഇത് 5ാമത്തെ വർഷം 5ാമത്തെ ബാച്ചാണ് നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. 25 ലെറ്റ് എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ലൈവ് ക്ലാസ്സുകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 to 9 ലൈവ് ക്ലാസ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ റെക്കോർഡഡ് സെക്ഷൻ അതോടൊപ്പം പോളി ടു ബിടെക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഇറക്കിയിട്ടുണ്ട്. അതിൽ ഏകദേശം 2200ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 2200ഓളം ക്വസ്റ്റ്യൻസ് പ്ലസ് നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുടെ എല്ലാം കൂടെ ചേർത്ത് ഏകദേശം 3000 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസും ഉണ്ട്. അതോടൊപ്പം ഇപ്പം ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മുന്നേയുള്ള ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് സെക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവൈലബിൾ ആകും. നമ്മൾ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് 3 രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയല്ലേ ഫുൾ സിലബസിൻ്റെ റെക്കോർഡഡ് ആയിട്ടൊന്ന്, അതുപോലെ ഈ സെയിം കണ്ടൻറ്റ് തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ടോപ്പിക് വൈസ് അതാണ് പരമാവധി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ഓരോ സബ്ജക്റ്റിൽ നിന്ന് 250 മുതൽ 300 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതിനകത്തുണ്ട്. അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സയൻസ് ടെക് ഫോളോ ചെയ്യുന്ന കുറേ ഫാക്കൽറ്റീസ് ഉണ്ട്. എല്ലാവരും എഞ്ചിനീയറിംഗ് കോളേജിലെയും പോളിടെക്നിക്കിലെയും അധ്യാപകൻ അവരൊക്കെ ലൈവ് ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് ലീഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ സയൻസ് ടെക്കിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജ് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. വളരെ സിസ്റ്റമാറ്റിക്കാണ്. ഞാൻ പറഞ്ഞായിരുന്നു കോമ്പറ്റീഷൻ്റെ കാര്യം 4500 കഴിഞ്ഞ വർഷവും ഇല്ലായിരുന്നു. മാക്സിമം പോയി 5000 കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമാണ് ലെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 1200 മുതൽ 1500 സീറ്റ് 1200 ഷുവർ സീറ്റുണ്ട്. അതായത് നമ്മൾ 10% സീറ്റ് ഇതിന് റിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ പലരും എന്ത് ചെയ്യുന്നുണ്ട് കോളേജ് ട്രാൻസ്ഫറൊക്കെ വാങ്ങിപ്പോയി അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് ആ സീറ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലെറ്റിലേക്കാണ് കിട്ടുന്നത്. ആ സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വലിയൊരു കോമ്പറ്റീഷനിൽ പലരും ഒരു വർഷത്തോളം റിപ്പീറ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതി ഗവൺമെൻറ് കോളേജിൽ കയറാൻ. ആ ഒരു എഫേർട്ട് വേണ്ടത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തുടക്കത്തിലേ ചെയ്യേണ്ട ഒരു കോഴ്സാണ്. നമ്മളെ തന്നെ ഏകദേശം 200ഓളം കുട്ടികൾ ഫസ്റ്റ് ഇയർ മുതലേ അതായത് അവർ S5 ആയ സമയത്ത് ലെറ്റ് കോച്ചിങ്ങിന് പഠിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ടൈമുണ്ട്. ഏകദേശം 2 മാസത്തിൽ പുറത്ത് നിങ്ങൾക്ക് ക്ലാസ് പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡെയിലി ഒരു 3 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് നമ്മൾ തരുന്ന റെക്കോർഡഡ് സെഷൻ ക്ലാസ് ലൈവ് സാറന്മാരുടെ ലൈവ് ക്ലാസ്സുകൾ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ഉറപ്പായിട്ട് നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി സയൻസ് ടെക് എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക്. നമ്മളിത് കഴിഞ്ഞിട്ട് തന്നെ നിങ്ങളുടെ ലെറ്റിൻ്റെ കോച്ചിങ് കഴിഞ്ഞ് ആ കുട്ടികൾ തന്നെ നമ്മുടെ ബിടെക് ഓൺലൈനിൽ ബിടെക്കിൻ്റെ ക്ലാസ് മാത്സൊക്കെ പഠിക്കുന്നു. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ലെറ്റിൻ്റെ കോച്ചിങ് എല്ലാ സബ്ജക്റ്റുകളെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാവും, എക്സാമിനെ പറ്റി ധാരണ ഉണ്ടാവും, അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റി നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ നമ്മൾ ലൈവ് വിളിച്ച് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും എപ്പോഴാണ് നമുക്കിത് ലെറ്റിന് അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോസ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണവർക്ക് ഉറപ്പായിട്ട് നമ്മുടെ സയൻസ് ടെക്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അല്ല സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും അതുപോലെ ഇപ്പോൾ വെബ്സൈറ്റൊക്കെ അവൈലബിൾ ആപ്പ് സ്റ്റോറിലും ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ലെറ്റ് 2025 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ലെറ്റിൻ്റെ കോച്ചിങ് അവൈലബിൾ ആകും. ജസ്റ്റ് അതിൽ ഡെമോ ക്ലാസ്സസ് മോക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവൈലബിൾ ആകും. അല്ല നമ്മുടെ അതിനൊരു ക്വിക്ക് റിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പോളി ടു ബിടെക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കും അതിൻ്റെ ഡിസ്കഷൻ ക്ലാസ് ഒരു 1000 രൂപീസിന് അതിന് അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിലവിൽ ക്രാഷ് കോഴ്സ് 2500 ആണ്. മുന്നേ നമ്മൾ ഒരു 5000 രൂപയായിരുന്നു ഫീസ് വാങ്ങിയത്. ഇപ്പോൾ നമ്മൾ വാങ്ങുന്നത് 2500 രൂപ മാത്രമാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പം ഈ ഒരു 3 മാസത്തെ ക്ലാസ് ഏകദേശം വരും. അതിനുവേണ്ടി നമ്മളൊരു ഫീ വാങ്ങുന്നത് അതിൽ ഫുൾ 5000 രൂപ കൊടുത്ത് വാങ്ങി അതേ സെയിം കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് കിട്ടുകയും ചെയ്യുന്നത്. അവർക്ക് എങ്ങനെ ഒരു ലെറ്റ് എക്സാമിന് അവർ മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു ട്രാക്കിൽ എത്തിക്കാം എന്ന് ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ബാച്ചിലേക്ക് എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇനി ക്രാഷ് ബാച്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. ലെറ്റ് ബാച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.